ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് നമ്മളെ തായ്ലാൻഡിലുള്ള ഒരു ഫുൾ ഡേ വ്ളോഗാണ്. ആ ഒരു കൺട്രിയിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ വിശേഷങ്ങളും കാണാം. കുറേ കാര്യങ്ങൾ ഷെയർ ആക്കാനുണ്ട്. അപ്പോൾ നേരെ വ്ളോഗിലേക്ക് പോവാം. അത് ആടോനിട്ടതാ. രണ്ടെണ്ണം എടുത്തോ. ഡോനറ്റിനൊക്കെ മിക്സ് ആക്കല്ലേ. ഓക്കെ, പാലുണ്ട്. കുറച്ചും കൂടി തന്നോ. നമ്മൾ ഇപ്പോൾ ഉള്ളത് തായ്ലാൻഡ് ബാങ്കോക്കിൽ ഒരു ഹോട്ടലിലാണ്. ഹോട്ടൽ അംബാസഡർ. നമ്മൾ പോയിട്ട് 2 ദിവസം നമ്മൾ അവിടെ തന്നെയായിരുന്നു സ്റ്റേ. ഇനിയിപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. 6:30 to 10:30 വരെ അങ്ങനെയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു 8 മണിക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് റെഡിയായി നിൽക്കണം. ഞാൻ ഈ തായ്ലൻഡ് പോയി എന്ന് പറഞ്ഞ് തൊട്ടിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. പോകാൻ വേണ്ടി പ്ലാൻ ഉള്ളവരെല്ലാം ഹലാൽ ഫുഡ് എല്ലാവരുടെയും കിട്ടുമെന്നെല്ലാം ചോദിച്ചിട്ട്. ഹലാൽ ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഹലാൽ കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവും. ഹലാൽ അല്ലാത്ത ഫുഡുള്ള ഏരിയ ഉണ്ടാവും. നോൺ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞിട്ടും ഉണ്ടാവും. അവർ പ്രത്യേകം അതങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാം പുറത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെ അല്ല, ഹലാൽ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഹലാൽ ഫുഡ് അവൈലബിൾ ആണ് എന്നുള്ള. അപ്പോൾ അത് നോക്കിയിട്ട് കയറിയാൽ മതി. എല്ലാവരുടെയും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ട്രിപ്പെല്ലാം പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് ദിവസം സ്കിന്നൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നാലോ ജീവനില്ലാത്ത പോലെ തോന്നി മുഖത്ത്. അങ്ങനെ എനിക്ക് തോന്നലുണ്ട്. എന്തെല്ലോ പോലെ മുഖത്തൊരു ഫ്രഷ്നെസ് ഇല്ലാത്ത പോലെയെല്ലാം അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ 2 ഐറ്റംസ് യൂസ് ആക്കിയാൽ മതിയെ. നല്ലൊരു ക്ലെൻസറും പിന്നെ മോയ്സ്ചറൈസറും. ഇത് നമ്മളെ സ്കിന്നിനെ ഫ്രഷും റേഡിയൻറ്റും ആക്കും. ഡീപ്ലി ക്ലെൻസ് ചെയ്യൂട്ടാ. അതും നമ്മളെ നാച്ചുറൽ മോയ്സ്ചർ ബാലൻസ് ലോക്ക് ചെയ്തിട്ട് തന്നെ. ഈ ന്യൂട്രിഡേമിൻ്റെ ഫോമിംഗ് ക്ലെൻസറിൽ നിയാസിനമൈഡ്, പാന്തനോൾ, പിന്നെ അബ്സോർബിക് ആസിഡ് അങ്ങനെ കുറച്ച് നമ്മളെ സ്കിന്നിന് ഈവൻ ടോൺ വരുത്താൻ, ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യാൻ, പുതിയ സ്കിന്ന് റീജനറേറ്റ് ചെയ്യാൻ, പിന്നെ യൂത്ത്ഫുൾ ഗ്ലോന്, ഫ്രഷ്നെസ്സിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മളെ സ്കിന്നിലുള്ള ഡേർട്ടും പിന്നെ ഓയിലും പൊല്യൂഷനും മേക്കപ്പും എല്ലാം റിമൂവ് ചെയ്യാൻ ഇത് മാത്രം മതി. ഇതെല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആർക്ക് വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് യൂസ് ചെയ്യാനും ഈസിയാണ്. ഫോമിംഗ് ക്ലെൻസർ ആയതുകൊണ്ട് സാധാരണ ഒരു ഫേസ് വാഷെല്ലാം യൂസ് ചെയ്താൽ നമ്മളെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവില്ലേ. ഇത് അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കുക. ഭയങ്കര ഇഷ്ടമായൊരു പ്രോഡക്റ്റാണ് ഇത്. നെക്സ്റ്റ് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ. ലൈറ്റ് വെയ്റ്റ് ഫേസ് മോയ്സ്ചറൈസറാണ് ഇത്. ഇതിൽ സ്പെഷ്യലായിട്ട് വിറ്റാമിൻ ഇ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്ന് റിപ്പയർ ചെയ്യാനും ഇപ്പോൾ നമ്മൾക്ക് മുഖത്ത് പ്രായം തോന്നിക്കുമ്പോൾ വരുന്ന ഫൈൻ ലൈൻസും കാര്യങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം കുറക്കാനും ഹെൽപ്പ് ചെയ്യും. സ്കിന്നിലെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നതും കൂടിയാണ്. ഇതും സെൻസിറ്റീവ് സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്രിഡം ഇന്ത്യാസ് വെബ്സൈറ്റിൽ ഉണ്ടാവും. പിന്നെ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും ഉണ്ടാവും. ലിങ്ക് ഞാൻ പിൻഡ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ ഇതാ നമ്മൾ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്ന് 8 മണിയാകുമ്പോൾ തന്നെ വണ്ടി വന്നിന്. നമ്മൾ നേരെ ഇന്ന് പോകുന്ന സഫാരി പാർക്കിലേക്കാണ്. കുറേ നമ്മൾ വീഡിയോസെല്ലാം കാണുന്ന ഒറാങ്ങൂട്ടനെല്ലാം ഉള്ള ആ ഒരു പാർക്കില്ലേ, അടുത്തേക്കാണ്. ഇവർ രണ്ടാളും സെയിം ഔട്ട്ഫിറ്റെല്ലാം ഇട്ടിട്ട് ഇന്ന് വരുന്നത്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല കേട്ടോ. ഇത് രണ്ടാൾക്കും മാക്സ്, ഒരാൾ ദുബായിൽ നിന്ന് വാങ്ങിയതാ, ഒരാൾ ഒമാനിൽ നിന്ന് വാങ്ങിയതാ. അങ്ങനെ എങ്ങനെയോ മാച്ചായി പോയതാ. അപ്പോൾ ഇതാ നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്ക് സഫാരി പാർക്കിലെത്തി. ഇവിടെ തന്നെ സഫാരി പാർക്ക്, മറൈൻ പാർക്ക്, പിന്നെ സഫാരി വേൾഡ്, ഇത് 3 എൻട്രൻസ് ഇടുണ്ട്. ഇത് 3ഉം ഉള്ളിലിങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. നമുക്ക് ഓരോ സമയത്ത് ഓരോ ഏരിയയിൽ ഷോ ഉണ്ടാവും. അങ്ങനെ നമുക്ക് മാറി മാറി കയറാനുള്ളതാണ്.
ടിക്കറ്റ് നമ്മൾ തലേ ദിവസം രാത്രി എടുത്തതിന് ഈ വാൻ്റെ ഡ്രൈവറാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നെ. തലേ ദിവസം രാത്രി ഈ വാനിൽ നമ്മളൊരു സ്ഥലം വരെ പോക്കേനു. അപ്പോൾ ആൾ നമ്മളോട് നാളെ എന്നാ പ്ലാൻ എന്ന് ചോദിച്ചു തരും. സഫാരി വേൾഡ് എന്ന് പറഞ്ഞാൽ ആളെന്നെ ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ച് പിറ്റേ ദിവസം രാവിലെ കൂട്ടാൻ വേണ്ടിയിട്ട് വരാം, പിക്ക് ചെയ്യാൻ വരാമെന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഓക്കെ പറഞ്ഞതാ. അതല്ലെങ്കിൽ ഓൺലൈനിൽ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാനും പറ്റുമേ. നമ്മൾ ട്രാവൽ ഏജൻസി വഴിയല്ല ഒറ്റക്ക വന്നതെന്ന് പറഞ്ഞുതരാൻ കുറേ പേര് ഈ ഡൗട്ടെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് എല്ലാ ഗ്രാബിൽ അല്ലെങ്കിൽ ടാക്സിയിൽ കയറിയാലും നമ്മളോട് ചോദിക്കും നാളെ എന്നാ പ്ലാന്, സർവീസ് വേണോ എന്നെല്ലാം ചോദിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, ഒരു പ്രശ്നവും ഒറ്റയ്ക്ക് വരുന്നില്ല. പക്ഷെ ചിലർ വല്ലാണ്ട് പിഴിയാൻ വേണ്ടി നോക്കേ, അതിലൊന്നും പെടാണ്ട് നിന്നാൽ മതി. ഐലൈനർ ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയുന്നല്ലോ. This is Marine Park, right? Yes. After Marine Park, then we have to go outside to Safari Park. Before. നമ്മളിവിടെ എത്തി ഇങ്ങനെ ഇതിലോട്ടേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്ക് 10:15 കഴിഞ്ഞിരുന്നു. 10:15 ഒറാങ്ങൂട്ടൻ ഷോ. അപ്പോൾ അതിലേക്ക് നേരെ അങ്ങോട്ടേക്കാട്ടോ പോയെ. എല്ലാവരും നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ടൈമിംഗ് ഉണ്ട്, ഓരോരോ ഷോ. അതൊരു ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഓരോ ടൈം വെച്ച് 10:15 ഒരു ഷോ, പിന്നെ എലിഫൻറ്റ് ഷോ ഉണ്ട്, അത് 11 സംതിങ്ങിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ സ്പീഡിൽ പോകുന്ന ഒറാങ്ങൂട്ടൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിന്, എന്നാലും മിസ്സായിട്ടില്ല കേട്ടോ. Ladies and gentlemen, please check your belongings before leaving the stage, and the next show we all program will be elephant show. പിന്നീട് എന്തെല്ലോ ടൈപ്പ് ആനിമൽസിൻ്റെ പേര് വരെ ശരിക്കും വായിക്കാൻ പറ്റാത്ത ടൈപ്പ്, നമ്മൾ ഇതുവരെ എവിടെയും കാണാത്ത ടൈപ്പ് ആനിമൽസ് എല്ലാം ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഫീഡും ചെയ്യാം. പക്ഷേ നമ്മൾ പൈസ കൊടുത്തിട്ട് പുല്ലെല്ലാം വാങ്ങി അല്ലെങ്കിൽ ക്യാരറ്റെല്ലാം വാങ്ങിയിട്ട് ഫീഡ് ചെയ്യാം. നമ്മൾ ദുബായ് സൂവിൽ പോയ സമയത്തില്ലേ, ഏതെല്ലാം ഒരു ടൈം ഉണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ ബുക്ക് ചെയ്യണം, അങ്ങനെയെല്ലാം ഉണ്ടേനെ. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്തും എന്തും വാങ്ങി കൊടുക്കുകയും ചെയ്യാം അടുത്ത കൗണ്ടറിൽ നിന്ന്. നമ്മൾ നെക്സ്റ്റ് എവിടെയാ പോകുന്നത്? ഒറാങ്ങൂട്ടാന് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എലിഫന്റ് ഷോ. ഹോൾസാ? ഓറഞ്ച് കളർ അല്ലേ? നല്ല വ്യൂ ഉണ്ട്. പക്ഷെ എല്ലാരും ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇപ്പോൾ എലിഫൻറ്റ് ഷോ ആണ്. ഇത് പിന്നെ നമുക്ക് കാര്യമായിട്ട് കാണാനൊന്നുമില്ല, കുട്ടികൾക്കെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് നമ്മൾ കുടിക്കാൻ തണുത്ത എന്തെല്ലോ ഈ
എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാവില്ലേ, അത് വാങ്ങിയതാണ്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണോ അല്ലെങ്കിൽ മഴയാണോ അങ്ങനെ കുറേ മെസ്സേജ് വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ നോർമലി റെയിനി സീസണാണ്, പക്ഷെങ്കിൽ എപ്പോഴും മഴയൊന്നുമില്ല. നമ്മൾക്ക് ഇത്ര ദിവസം നിന്നിട്ടും ഇതുവരെ മഴ കാരണം നമ്മൾ പുറത്തിറങ്ങാണ്ടായിട്ടോ അങ്ങനെയൊന്നുമില്ല, ബുദ്ധിമുട്ടിക്കുന്ന മഴയൊന്നുമില്ല. പിന്നെ മഴ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ചൂടുമില്ല. കൂടുതലും ഏറ്റവും കൂടിയത് 30-31 അത്രയെല്ലാം തന്നെ ഉള്ളൂ. 30 ഡിഗ്രി 31 ഡിഗ്രി അത്രയല്ലേ ഉള്ളൂ. സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമില്ല, ഒരു നോർമൽ ചൂട് അത്രയേ ഉള്ളൂ. Okay, baby, you can keep walking, okay? Keep walking and keep one, okay? Yeah, he'll spin on friend, okay? Let's go. Where is this place? You wanna cut, baby? You wanna cut? No, no need to cut. No, if it is small, Bite, they will bite. Just okay, just ആ സ്മോൾ ആക്കണ്ടാലോ, ഇന്റെ ഹാൻഡ് ബൈറ്റ് ചെയ്യും. open air. ബിഗ് വൺ ഇട്ടു. ഓക്കെ എന്നാ വേറെ കിട്ടിയാ ഈ ആനിമലിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, ഇത് തുപ്പും. ഈ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ടില്ലേ, കുറച്ച് സമയം അത് ചവച്ചിട്ട് അതിന് ബാക്കി വരുന്നതാണോ അല്ലെങ്കിൽ വേണ്ടാത്തയാണോ എന്താണെന്നറിയില്ല, സ്പ്രേ പോലെ തുപ്പിട്ട് നമ്മളെ മേത്തേക്ക് വരും, നല്ല സ്പ്രേ പോലെ വരുവേ. അത് നമ്മൾ ക്യാരറ്റ് വാങ്ങുമ്പോൾ ആ ലേഡി ഇല്ലേ, ഓൾ നമ്മളോട് പറഞ്ഞിനേനു കീപ്പ് വാക്കിങ് അല്ലെങ്കിൽ സ്പില്ല് ചെയ്യും നമ്മളോട് പറഞ്ഞിനേനു. അത് നമ്മൾ വലിയ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് തുപ്പാൻ തുടങ്ങിയവരാണ് നമുക്ക് മനസ്സിലായേ. നമ്മൾ കൊടുത്തിട്ട് പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം. അതിന്റെ 50-50 ആക്കാം. ഉപ്പിട്ടാ ഓടറേ ഇതും കൂടെ ഉള്ളു. One, two, three. Yeah! Try again. 1, 2. Oh, baby. Very soft. Yeah. But after feeding, open your hand. Yeah, don't have food. അവിടേക്ക് Oh, madam, you have food quickly, naka. Quickly, okay. എന്റെ കൈ നിന്നെ തീരെ പിടിച്ചിട്ടില്ല കേട്ടാ. Very soft. ഓളോടുന്ന ശംശി കൊടുത്തേ. ചത്തുപോയാ അതോ സ്ലീപ്പിംഗ് ആണ്. അതാ ഒന്നതാടെ പറ ലോങ് നെക്ക് ഉണ്ടല്ലോ. ഇതിന് ഫുൾ ഇവരുടെ പെറ്റായിട്ട് വളർത്തുന്ന അല്ല വീണുല്ലേ ഈ ഫിഷിനെയാ. ഫിഷിന്റെ ഫീഡിങ് ഇല്ല. ഫ്രൈയൊക്കെ നല്ല ടേസ്റ്റ്. ഫ്രൈയൊക്കെ നല്ല ടേസ്റ്റ്. അത് തിന്നാനാണ് ഞാൻ ഒന്ന് എന്റെ അടുത്തേക്ക് കൊടുക്കുന്ന ഇതാ എന്റെ അടുത്ത് അവരെ പോലത്തെ മീനുണ്ട്. ഇതാ എന്റെ അടുത്ത് മീനുണ്ട്.
കിട്ടിയാ നീ അന്ന് നടക്ക് കുഞ്ഞു വീണു ഇങ്ങനെ പോകണം അങ്ങോട്ട് മേലെ ബാഗതാ വാവ് കിട്ടി 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 അങ്ങനെ ഏകദേശം ഒരു മണിയെല്ലാം ആകുമ്പോൾ പിന്നെ ഞാൻ മൊത്തം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ അത്രയും ആനിമൽസും ബേർഡ്സെല്ലാം ഉണ്ട്. പിന്നെ എല്ലാം കൂടി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് പിന്നെ കുറേ വീഡിയോ ഷൂട്ട് ചെയ്താൽ നമുക്ക് പിന്നെ നോക്കാനും പറ്റില്ല, ഇങ്ങൾക്ക് കാണുന്ന ഇങ്ങൾക്കും ബോറാവില്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ 1 മണിയായി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ലഞ്ച് ടൈം ആയിട്ടാണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വിത്ത് ബൊഫേ ഉള്ളത് തന്നെയാണ് ബുക്ക് ചെയ്തതിന്. അതല്ലെങ്കിൽ ഫുഡ് ഇല്ലാത്തതും ബുക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ രാവിലെ വന്നാൽ പിന്നെ വൈകുന്നേരം വരെ കാണാനുള്ളുണ്ട്. അതുകൊണ്ട് ഉച്ചക്ക് വിത്ത് ഫുഡ് ഉള്ളത് ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പൈസ നോക്കാണ്ട് വാങ്ങിയ സീറ്റ് പിന്നെ പൈസക്ക് നോക്കിയിട്ടില്ല. മെനുസോ വേണ്ടേ കുക്കുംബറും ഓക്കെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഫുഡ് കോണ്ടിനെൻ്റലാണ്. അതുകൊണ്ട് തന്നെ റൈസ് ഉണ്ട്, ഒരു 3 ടൈപ്പോളം റൈസ് ഉണ്ട്. ഇതത്ര വലിയ സ്റ്റിക്കി അല്ലാത്ത റൈസാണ്, നമ്മൾ നെയ്ച്ചോറിൻ്റെ എല്ലാം പോലെ ഉണ്ട്. പിന്നെ ചിക്കൻ കറി, പിന്നെ നമ്മൾ കേസരി ഉണ്ടേനു, റൈത്ത, അങ്ങനെ നമ്മളെ ഇന്ത്യൻ ടൈപ്പ് ഫുഡ് തന്നെ. പിന്നെ റൊട്ടി ഉണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ. പിന്നെ ഇവിടുത്തെ പേരൊക്കെയെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ ഫ്രൂട്ടെല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നുന്നു. ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ടായിരിക്കും, അതുകൊണ്ട് അത്രയും ഫ്രഷ് ആയിട്ട് തോന്നുന്നു. കുക്കുംബർ റൈത്ത അങ്ങനെ ചോറ് തിന്നലും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ കുറേ വീഡിയോസിൽ കാണുന്ന സഫാരി വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ വീഡിയോസ് കാണുന്ന മറ്റേ മങ്കിയും ടൈഗറും എല്ലാം ഇല്ലേ, അതിനെല്ലാം കാണാൻ പോകണേ. അതിന് മുന്നേ നമ്മൾ ഫോട്ടോസ് എടുക്കലാണ്. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എടുത്തേ. എൻ്റെ ഈ ഡ്രസ്സില്ലേ, ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിയ പേജ് ഞാൻ മെൻഷൻ ആക്കാം. ഇത് കൂടാണ്ട് അവരെനിക്ക് ഒരു 4 ഡ്രസ്സും കൂടി സെൻഡാക്കിനെ. UAE-ലും ഇന്ത്യയിലും എല്ലായിടെയും അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 4 എണ്ണമെല്ലാം ഞാൻ നാട്ടിലെത്തിയിട്ടുള്ള വ്ളോഗിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എല്ലാം ആയിട്ട് ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തില്ലേ ടൈഗറിന് പാലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീഡ് ചെയ്യാൻ അതിനുള്ള ടിക്കറ്റ് എടുക്കലാണ്. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 800 ബാത്തോ അങ്ങനെ എങ്ങാനോ ആണ്. പിന്നെ ഞാനും ഇക്കയാണ് ടിക്കറ്റ് എടുത്തത്. ചെറിയ കുട്ടികൾക്കൊന്നും പറ്റൂലേ, വലിയ ആൾക്കേ പറ്റൂ. പക്ഷേങ്കിൽ നമ്മൾ മുന്നേ ഇതെങ്ങനെയാണ് വരികയെന്നോ, ഇത് ഒന്നിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ചെയ്യുന്ന കണ്ടാൽ നമ്മളൊരു പേടി മാറൂലേ. ഇക്ക ഫസ്റ്റേനു കയറിയിരുന്നത്. അതുകൊണ്ട് ഇക്കാക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് വന്നേരം തന്നെ ഇത് വരുന്നത് തന്നെ ഇക്ക അറിയില്ല. പെട്ടെന്ന് വന്ന് മടിയിലിരുന്നേരാ ഇക്ക കണ്ടേ. അന്നേരം ആകെ ടെൻഷനായി പോയിനെ. നീ എടാ നല്ല ധൈര്യത്തോടെ ഇരുന്ന് അവരൊന്നും ചെയ്യില്ലടാ. ഓക്കെ, നല്ല തലോട് തല. പിന്നെ ഇല്ലേ ഇക്കാക്കൊരു പ്ലാനും ഇല്ലാണ്ടിരുന്നോണ്ട് തന്നെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനോ ഒന്നും ഒരു ഐഡിയ ഇല്ലേനു. ആകെ പെട്ടെന്ന് വന്ന് നമ്മളെ മടിയിലിരുന്ന്. അതിന് നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ബേബി ടൈഗർ എന്നാണ് പറഞ്ഞത്, പക്ഷെങ്കിൽ ഇത് അത്ര ബേബിയൊന്നുമല്ല, നല്ല വെയിറ്റിലുള്ള ഒരു മീഡിയം സൈസാണ്. പിന്നെ ഇതില്ലേ തീരെ സേഫ്റ്റി ഒന്നും ഇല്ലാത്ത സംഭവമാണ്. അത് പാല് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളേ. ആ കൈമിലുള്ള ആ ഒരു ബോട്ടിൽ മിൽക്കില്ലേ
അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അത് ആരും മടിയിലായിരിക്കുന്നതെന്നോ ഒന്നും അതിനറിയില്ല. ഇതത്ര സേഫും അല്ല കേട്ടോ. പിന്നെ ഇത് വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാനതിനും നെക്സ്റ്റ് ഇരിക്കണ്ടേ, ഞാൻ ഇരിക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര ഡൗട്ടേന്. അത് പാലുന്ന അതിൻ്റെ കോൺസെൻട്രേഷൻ പോയാൽ അത് നമ്മൾ എന്തെങ്കിലും ചെയ്താലോ. ഇതാരോടും ഞാൻ ചെയ്യണമെന്നൊന്നും പറയില്ല കേട്ടോ. കാര്യം ചെറിയതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതൊരു മീഡിയം സൈസ് ചെയ്യുന്നു. ഒന്നിൽ പോരെ, പണ്ണിൽ പോരെ. വരുന്നുണ്ടേ 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 കുക്കറെ. ആ വരുന്നുണ്ടേ. ഇതാ വന്ന് മടി കയറിയേ. കടയിൽ കൊടുത്തേ. ഞാൻ അത്രയും പേടിയിലാണ് ഇരുന്നത്. ഞാൻ ബാക്കോട്ടേക്ക് നോക്കാത്തതിൻ്റെ കാര്യം അത് സ്പീഡിൽ ഓടി വരുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും. അതുകൊണ്ട് ഞാൻ ഇവരോട് പറയലേനു അത് വരുമ്പോൾ പറയണേന്ന്. അതാ ഞാൻ ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത്. പിന്നെ ഇത്രയും പേടി ഉണ്ടായിട്ട് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ മടിയിലെത്തി പാൽ കൊടുക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയില്ല, ഭയങ്കര വെയിറ്റ്. നമുക്കത് നമ്മൾ മടിയിലിങ്ങനെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ആവും, നമുക്ക് താങ്ങുന്നില്ലേനു. പിന്നെ ഒരു പേടി ഫേസിലോട്ടെങ്ങാനും മാന്തോ, അങ്ങനത്തെ പല പേടിയുണ്ടേനു. അത് ഞാൻ ഫേസ് ഒരു ഭാഗത്തേക്ക് ചെരിച്ച് വെച്ചാൽ. എന്തായാലും അത് കഴിഞ്ഞ്. പക്ഷെങ്കിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ബേർഡ് ഫീഡിങ് ഉണ്ട്. പിന്നെ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. അത് എല്ലാവരുടെയും കാണുന്നില്ലേ. ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു തായ്ലാൻഡിൽ ഇങ്ങനത്തെ കൺട്രീസിലെല്ലാം ഉണ്ടാവും. പിന്നെ ഇതേപോലത്തെ മങ്കി കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ഷോ കണ്ടില്ലേ, ആ ഒരു ഏരിയയിലുണ്ട്. പിന്നെ അതെല്ലാം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. പിന്നെ കുറേ ഉണ്ട്, നമ്മൾ പല വീഡിയോസിലും പലരെയും കാണൂലേ. അത് ഒന്നൊന്നുമല്ല, 3-4 എണ്ണം ഉണ്ട്. ഊഞ്ഞാലിരിക്കുന്നുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതെല്ലാം പെയ്ഡുമാണ്. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പെർ ഹെഡ് നമ്മൾ കൊടുക്കണം, എന്താ പറയുക, സ്പെഷ്യൽ ചാർജ് കൊടുക്കണം. പെയ്ഡാണ്.ไม่ให้ช่วยใช่ไหมจะได้เข้าให้ช่วยไหมไม่เท่าไหร่วะ അതിനെ നോക്കിയേ, มันก็พอมีแหละ ആലു ഹാർട്ട് ഷേപ്പാക്ക്. അതാക്കിയ പോലെ ഉണ്ടാക്കിയേ. ไม่เขากลับไปดูไอ้มะ അതെന്നാക്കുന്നു നോക്കണേ. เดิน അതതുപോലെ ആലു 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 เดิ സ്മൈൽ. นอันนี้ ഇങ്ങനെയൊക്കെ ഇങ്ങനെยิ้ม അതതും ആക്കിയ പോലെ. โอ้เอ็ดคิสจุ๊บเอวഇന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ ഷേക്കാൻ. ആലു പോയിട്ട് ഷേക്ക്, ഇന്ന് പോയിട്ട് ഷേക്ക്. ഹായ്. മുത്തി എടാ ഷെഫി ഇത് സംഭവം ഓൾ അങ്ങോട്ട് തിരിച്ചു നോക്കിട്ട് Just one second. എന്ത് കഥല്ലേ.
ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ജംഗിൾ സഫാരിക്കാണ്. ഈ ഒരു ഏരിയയിലെല്ലാം മിക്കവാറും കണ്ട് കഴിഞ്ഞ് പിന്നെ കുറേ ഉണ്ട് കേട്ടോ കാണാൻ, ഒരു ദിവസം മൊത്തം കാണാനുണ്ട്. ഈ ജംഗിൾ സഫാരി ഒറിജിനൽ കാടൊന്നുമല്ല, പക്ഷെങ്കിൽ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ എന്ന ഒറിജിനൽ പോലെയുള്ള കുറേ പോണ്ടുണ്ട് അവിടെ ഇടയായിട്ട്. പിന്നെ ശരിക്കും കൂട്ടിലിട്ട പോലെയല്ല, നമ്മൾ കൂട്ടിലിട്ട പോലെ ഇവരെ കാണാൻ പോവുക. ഇവർ നല്ല ഓപ്പൺ സ്പേസിലുള്ള ഇവിടെ എല്ലാ ടൈപ്പ് മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്. നല്ല രസം ഇങ്ങനെ കാണാൻ. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ അവരെ തന്നെ വണ്ടി ഉണ്ടാവും. ഇപ്പം നെറ്റുള്ളൊരു വണ്ടിയില്ലേ, കൂട് പോലത്തെ തന്നെ വലിയ ലോറി പോലത്തെ സംഭവങ്ങളിലുണ്ട്, അതിൽ നമുക്ക് ഇഷ്ടം പോലെ പോവാം. നമ്മൾ വന്ന ടാക്സിയിൽ തന്നെ, രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വന്ന ടാക്സിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവര് പൂട്ടിയിട്ട പോലെ ഒന്നല്ലല്ലോ, ഇടക്കിടക്ക് വിസിറ്റേഴ്സ് വരൂ. ഒന്ന് എത്ര ബിഗ്ഗാ, രണ്ട് മീനാ, ഒന്ന് പോയി. പക്ഷെ അതിന്റെ മേലെ നോക്കിയാ അതിനെന്തോ അസുഖം ഉണ്ടല്ലേ. ഇനി ഹിപ്പോപ്പൊട്ടാമസിന നോക്കിയ റെഡ് കളറിലെ നോക്കിയേ, പാവം അല്ലേ, ആരും കെയർ ചെയ്യാനില്ലല്ലോ. ബേബി സിറ്റർ വേണം അല്ലേ? ബേബി സിറ്റർ ഒന്നും ഇല്ല. ഉണ്ട് പുല്ലി വെച്ചിരിക്കുന്ന പാല് കുടിക്കില്ല. നോക്കി പഠിപ്പിക്കുന്ന നോക്കിയാട്ടെ ഒന്ന് അവങ്ങുന്നുണ്ട് വേലയില് അതിന്റെ അപ്പികള് വണ്ടി ശരിയില്ല, വണ്ടി മറ്റേ ഒരു ഗ്രില്ലല്ലിട്ട് വണ്ടി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം വരും, 3-4 ഉണ്ട്. ഒരു ഫാമിലി കേട്ടോ. ഫുഡിന് ചോദിക്കുന്നൊക്കെ അതിന്റെ വായി നോക്കടാ. ഇവന് ക്ലാസ് നമ്മ ക്ലാസ് തുറന്നടാ. ഇത് come on baby. അങ്ങനെ നമ്മൾ സഫാരി വേൾഡ് ടൂർ കഴിഞ്ഞ് അടിപൊളിയാണ് കേട്ടോ. ഒരു ദിവസം എങ്ങനെയാണ് പോയെന്ന് മനസ്സിലാവില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ സമയം പോകുന്ന മനസ്സിലാവില്ല. പിന്നെ നമ്മളില്ലേ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എൻട്രൻസിൽ നിന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേന്, അവിടെ നമ്മൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കലാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ വരുമ്പോൾ ഇല്ലേ ഫുഡെല്ലാം ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഒന്നുകൂടി നല്ല. പിന്നെ കുറേ എന്തെല്ലോ ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ചോദിക്കുന്നുണ്ടേന്,
അതിന് എല്ലാത്തിനും എല്ലാവർക്കും പേഴ്സണലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വരുമ്പോൾ ഭയങ്കര ചൂടുള്ള സമയത്ത് വരാണ്ടിരിക്കുക. ഇതെല്ലാം നല്ല ടൈം തന്നെയാണ്. പിന്നെ എന്താ പറയുക, പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര ചൂടുള്ള സമയത്ത് വന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ട് നടക്കാനല്ലേ വിചാരിക്കാം. പക്ഷെങ്കിൽ ഇവിടെ 41 ഡിഗ്രി വരെ ചൂടുണ്ടാവും. അതിനേക്കാളും ഉണ്ടാവും. പക്ഷെങ്കിൽ ആ ചൂടുള്ള സമയത്ത് നമുക്ക് ഒന്നിനൊരു മൂഡും ഉണ്ടാവില്ല. നല്ല ക്ലൈമറ്റ് അല്ലെങ്കിൽ നല്ല വെതർ ആണെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇതാ റൂമിലെത്തിയാൽ നമ്മൾ അധികവും ഇങ്ങനെ ട്രിപ്പെല്ലാം പോകുമ്പോൾ കുട്ടികൾക്ക് നൂഡിൽസ്, കപ്പ് നൂഡിൽസ് അങ്ങനത്തെ എല്ലാം ഫുഡ് തന്നെ വാങ്ങിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഹോംലി ഫുഡ് എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, എപ്പോഴെങ്കിലും ഇങ്ങനെ കുട്ടികൾ യാത്രയെല്ലാം ചെയ്യുമ്പോൾ സ്നാക്കെല്ലാം കഴിക്കുന്നതാണോ പറയും ഒഴിവാക്കിക്കൂടെയെന്ന്. നമുക്ക് എല്ലാ സമയത്തും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഓരോ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ എടുത്ത നൂഡിൽസും സ്നാക്സും എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ സാധാരണ നാട്ടിലുള്ള ബ്രാൻഡിൻ്റെ കപ്പ് നൂഡിൽസ് പോലെ ഒന്നല്ല, എടുത്ത ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇതൊന്നും മെയ്ഡ് ഇൻ തായ്ലാൻഡ് ഒന്നല്ല, മെയ്ഡ് ഇൻ കൊറിയ അങ്ങനെ ഏതെല്ലാം മെയ്ഡാണ്. പക്ഷെങ്കിൽ ഇതെല്ലാം ഇവിടെ എന്താ പറയുക, എല്ലാ സ്റ്റോറിൽ കയറിയാലും കുറേ കാണുകയും ചെയ്യും, കുറേ വെറൈറ്റി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു 4-4:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ തിരിച്ചെത്തിനെ. പിന്നെ ഇവർ ഇവിടെ പൂളുണ്ട്, അപ്പോൾ സ്വിമ്മിങ് പൂളിൽ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്രാവശ്യം ഒമാനിൽ നിന്ന് വാങ്ങിയ സ്വിം സ്യൂട്ട് തന്നെ. സാധാരണ ഇവർ സ്വിം സ്യൂട്ടൊന്നും യൂസാക്കലില്ല, ഇത് ഫസ്റ്റ് ടൈം വാങ്ങിയതേനെ. പക്ഷേ ഇത് വാങ്ങിയാലില്ലേ നമുക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇവർ കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അടിപൊളിയായിട്ടാ, ഒന്ന് വാങ്ങിയാൽ നല്ലതാണ്. പിന്നെ ഇന്നും ഏകദേശം സ്വിമ്മിങ് പഠിക്കാനായ ഇങ്ങനെ ഇക്ക പഠിപ്പിച്ചു കൊടുക്കും. എന്താ പറയുക, ഇങ്ങനെ വെറുതെ ട്രൈ ചെയ്ത് കൊടുക്കും. ഏകദേശം പഠിക്കാനായി. കുറേ ലോങ് ഒന്നും പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ സ്വിം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ രാത്രി ആകുമ്പോഴേ നമ്മൾ റൂമിൻ്റെ നേരെ താഴെ തന്നെ കുട്ടികളൊന്നും കൂട്ടാണ്ട് നമ്മൾ നടക്കാൻ ഇറങ്ങലുണ്ട്. അത് ഭയങ്കര വെറൈറ്റി ഫുഡെല്ലാം ഉണ്ടാവും. നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ചില മാർക്കറ്റിലെല്ലാം പോയിട്ടുണ്ടായിന്. അതെല്ലാം ഇൻഷാ അല്ലാ വരുന്ന വ്ളോഗിലെല്ലാം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തായ്ലാൻഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡെല്ലാം ഇല്ലേ, അതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിന്. പിന്നെ എന്താ പറയുക, ചില ഫ്രൂട്ട്സ്, അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ ഷെയർ ആക്കാം നെക്സ്റ്റ് വ്ളോഗിൽ. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വ്ളോഗിൽ തന്നെ നമ്മളെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടോട്ടലല്ല പെർ പേഴ്സൺ എത്രയായി അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഏകദേശം എത്രയാവും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ആക്കാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റോഴ്സിലില്ലേ സോവനീഴ്സും പിന്നെ ഇവരെ ട്രഡീഷണൽ കുറേ സംഭവങ്ങളും എന്തെല്ലോ സാധനങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാണാനേ ഇഷ്ടമുള്ളൂ, ഇതൊന്നും വാങ്ങണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് വേണ്ട, ഇത് ഇവിടെ തേങ്ങ ഭയങ്കര കൂടുതലല്ലേ എന്താ പറയുക തായ്ലാൻഡിൽ. അപ്പോൾ ഇവിടുത്തെ തേങ്ങ ഭയങ്കര വലിപ്പമുള്ള തെങ്ങാനും തോന്നുന്നു. അതിനെക്കൊണ്ട് ഉണ്ടാക്കിയ കുറേ ബൗളെല്ലാം ഉണ്ട് ഇവിടെ. ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് സംഭവം ഇത് തേങ്ങൻ്റെ ചിരട്ടയാണ്. നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങണമെന്ന് തോന്നിന്, പക്ഷെങ്കിൽ വാങ്ങിയിട്ടില്ല. പിന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയും തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു, ബൈ.